വർഷങ്ങൾക്ക് ശേഷം ഒരു 100% വിനീത് ശ്രീനിവാസൻ മൂവി, അല്ലെങ്കിൽ ഒരു 100% റിയൽ ലൈഫ് ഇൻസിഡൻസ് കൊണ്ടുണ്ടാക്കിയ മൂവി, അതുമല്ലെങ്കിൽ ഒരു 100% യുവതാരങ്ങളെ വെച്ചുള്ള ബ്രില്യൻ ട്രോൾ മൂവി എന്ന് വേണമെങ്കിലും പറയാം. 100% തിയേറ്റർ എക്സ്പീരിയൻസ് വാഗ്ദാനം ചെയ്യുന്ന ഈ സിനിമ അമിത പ്രതീക്ഷകളോടുകൂടി ആരും തിയേറ്ററിൽ പോയി കാണരുത്. എന്തുകൊണ്ടെന്നാൽ ഇതൊരു വിനീത് ശ്രീനിവാസൻ മൂവിയാണ്. അതായത് വിനീത് ശ്രീനിവാസന്റെ മൂവികളിൽ എന്തെല്ലാം നെഗറ്റീവ് വശങ്ങൾ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്, അതെല്ലാം ഇതിലും നമുക്ക് ഫീൽ ചെയ്യും. അതേപോലെ തന്നെ എന്തെല്ലാം പോസിറ്റീവ് വശങ്ങൾ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്, അതെല്ലാം ഡബിൾ മടങ്ങായിട്ട് ബ്രില്യൻ്റ് ആയിട്ട് ഇതിൽ അദ്ദേഹം ആഡ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം നമുക്ക് നല്ല കിടിലനായിട്ട് ഫീൽ ചെയ്യും. ഫ്രണ്ട്ഷിപ്പിന് ഫ്രണ്ട്ഷിപ്പ്, റൊമാൻസിന് റൊമാൻസ്, മ്യൂസിക്കിന് മ്യൂസിക്, കോമഡിക്ക് കോമഡി, ട്വിസ്റ്റിന് ട്വിസ്റ്റ്, ട്രോളിന് ട്രോള്, അങ്ങനെ എല്ലാ സാധനങ്ങളും കുത്തി നിറച്ച് നമുക്ക് അറിയാവുന്ന എല്ലാ വിനീത് ശ്രീനിവാസൻ്റെ പടത്തിൽ നമ്മൾ കണ്ടിട്ടുള്ള എല്ലാ നടന്മാരെയും ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. നടന്മാരെ മാത്രമല്ല, പാട്ടുകാരെയും അദ്ദേഹത്തിൻ്റെ ഭാര്യ വരെ ഈ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അത്രയ്ക്ക് താരസമ്പുഷ്ടമാണ് ഈ സിനിമ. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പടം തിയേറ്ററിൽ നന്നായി ആസ്വദിക്കാൻ കഴിയും. തിയേറ്ററിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാലും നമുക്ക് നന്നായി ആസ്വദിക്കുവാനും നന്നായി ചിരിക്കുവാനും നന്നായി ചിന്തിക്കുവാനും ഈ പടത്തിലുണ്ട്. ഇതൊരു 100% റിയൽ ലൈഫ് ഇൻസിഡൻസ് മൂവിയാണ്. അതായത് കോടമ്പാക്കത്ത് വിനീത് ശ്രീനിവാസൻ്റെ അച്ഛൻ ശ്രീനിവാസൻ പണ്ട് പോയപ്പോൾ അനുഭവിച്ച പ്രശ്നങ്ങളും തമാശകളും എല്ലാം അദ്ദേഹം പറഞ്ഞു കേട്ടതുകൊണ്ടായിരിക്കണം വിനീത് ശ്രീനിവാസൻ ഇതിനകത്ത് മാക്സിമം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള പല കഥകളും നമ്മൾ ടി വിയിലൊക്കെ കേട്ടിട്ടുള്ള കൈരളിയിലെ വലിയ ലോകവും ചെറിയ ശ്രീനിയും എന്ന് പറഞ്ഞ പ്രോഗ്രാമിലൊക്കെ ശ്രീനിവാസൻ നമ്മളോട് പറഞ്ഞിട്ടുള്ള പല കഥകളും നമുക്ക് ഇതിനകത്ത് വിഷ്വലൈസ്ഡ് ആയിട്ട് കാണാൻ പറ്റും. സിനിമയ്ക്കുള്ളിലെ സിനിമയായതുകൊണ്ട് തന്നെ വിനീത് ശ്രീനിവാസന് നന്നായിട്ട് അറിയാം സിനിമയ്ക്കുള്ളിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളത്. അതെല്ലാം നമുക്കിവിടെ കാണാനുള്ള ഒരവസരമാണ് ഈ പടം തന്നിരിക്കുന്നത്. അതെല്ലാം കോമഡിയും ട്രോളും ഒക്കെ മിക്സ് ചെയ്ത് അദ്ദേഹം നല്ല കിടിലനായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു സൂപ്പർ മൂവി ആയിട്ടാണ് അദ്ദേഹം ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഇതൊരു 100% ബ്രില്യൻ ട്രോൾ മൂവിയാണ്. ട്രോൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും വലിച്ച് കീറി ട്രോളുമാണ്. വിനീത് ശ്രീനിവാസൻ്റെ പഴയ സിനിമകളെ ട്രോളുന്നു. ധ്യാൻ ശ്രീനിവാസൻ്റെ കഥാപാത്രം ധ്യാൻ ശ്രീനിവാസനെ തന്നെ ട്രോളുന്നു. നിവിൻ പോളിയുടെ കഥാപാത്രം നിവിൻ പോളിയെ ട്രോളുന്നു. പ്രണവിൻ്റെ കഥാപാത്രം പ്രണവിനെ ട്രോളുന്നു. അങ്ങനെ എല്ലാവരും തകർത്ത് ട്രോളുന്നു. അതുമാത്രമല്ല, വിനീത് ശ്രീനിവാസൻ ഉണ്ടാക്കിയിരിക്കുന്നതിൽ വിനീത് ശ്രീനിവാസൻ്റെ ഫാമിലിയിലുള്ള എല്ലാവരും ട്രോളുന്നു. അദ്ദേഹത്തിൻ്റെ അച്ഛനെ ട്രോളുന്നു. അച്ഛൻ്റെ അച്ഛനെ, അതായത് അപ്പൂപ്പനെ വരെ ട്രോളുന്നു. അത്രയ്ക്ക് ട്രോളാണ് ഈ പടത്തിൽ കുത്തി നിറച്ച് വെച്ചിരിക്കുന്നത്. അതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇറങ്ങിക്കഴിയുമ്പോഴാണ് നമ്മൾ ഓരോന്നും ആലോചിക്കുമ്പോൾ എൻ്റെ അമ്മോ ഇത് ഇത്രയും കിടിലൻ സാധനമാണല്ലോ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നമുക്ക് തോന്നിപ്പോകുന്നത്. അത്രയ്ക്ക് കിടിലനായിട്ട് ട്രോളുന്നുണ്ട്. എന്തിനേറെ പറയുന്നു, ഇപ്പോൾ തിയേറ്ററിൽ ഓടിക്കഴിഞ്ഞ പടത്തിന് അല്ലെങ്കിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയെ വരെ അദ്ദേഹം ട്രോളുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തിയേറ്ററിൽ ഒരു പാൻ ഇന്ത്യൻ ലെവലിൽ ഓടിക്കൊണ്ടിരിക്കുന്ന മലയാള സിനിമയെ അദ്ദേഹം നന്നായിട്ട് ട്രോളി വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് സീനിൽ തന്നെ അദ്ദേഹം ഫസ്റ്റ് ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ മലയാള സിനിമയെ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയെ അദ്ദേഹം ട്രോളുന്നുണ്ട്. ആ സിനിമയെ മാത്രമല്ല, ആ സിനിമയിലെ നടനെ, ആ സിനിമയിലെ നായകനെ ട്രോളുന്നുണ്ട്. ആ സിനിമയിലെ മ്യൂസിക് ചെയ്യാൻ വന്ന ഒരു ഇൻ്റർനാഷണൽ മ്യൂസീഷ്യനെയും അദ്ദേഹം ട്രോളുന്നുണ്ട്. അത്ര കിടിലനായിട്ടാണ് അദ്ദേഹം ഈ പടം ചെയ്തു വെച്ചിരിക്കുന്നത്. ഇതൊക്കെ വിനീത് ശ്രീനിവാസനെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. വേറെ ആർക്കും ഇത്രയും എന്താ പറയുക, ക്രാന്തദർശിയായിട്ടൊന്നും, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പടം ഇറങ്ങുന്നതിന് മുമ്പ് ഇന്ന പടം ഇറങ്ങും, ആ പടത്തിനെ കൂടി ഇതിനകത്ത് റെഫർ ചെയ്യുക, ആ പടത്തിനെ റെഫറൻസ് ആയിട്ട് കാണിച്ച് ആ പടത്തിനെ ട്രോളുക എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ വേറെ ലെവലാണ്. അതൊക്കെ വിനീത് ശ്രീനിവാസനെ കൊണ്ട് മാത്രം പറ്റുന്നൊരു കാര്യമാണ്. ഈ കോമഡികൾക്കും ട്രോളിനും ട്വിസ്റ്റിനും എല്ലാത്തിനും അപ്പുറം ഈ പടം നമുക്കൊരു വലിയ മെസ്സേജ് കൂടെ തരുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മളൊരു 10, 60, 70 വയസ്സൊക്കെ ആയി കഴിയുമ്പോൾ 20, 30, 40 ഒക്കെ ചെയ്ത പല കാര്യങ്ങളും ഓർക്കുമ്പോൾ എന്തിനാണ് നമ്മളിതൊക്കെ ഇപ്പോൾ ചെയ്തത്, എന്തിനാണ് നമ്മൾ അങ്ങനെയൊക്കെ ചെയ്തത്, എന്തിനാണ് നമ്മൾ ഈ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തത്, ഇതൊക്കെ നല്ല ഭംഗിയായിട്ട് സ്നേഹത്തോടെ സന്തോഷത്തോടെ തീർക്കാവുന്ന കാര്യങ്ങളല്ലായിരുന്നു, അല്ലെങ്കിൽ പറഞ്ഞു തീർക്കാവുന്ന പല പ്രശ്നങ്ങളും അല്ലേ നമ്മളിങ്ങനെയൊക്കെ ഈ അവസ്ഥയിലാക്കിയെടുത്തത്. ഇനിയിപ്പോൾ അതൊക്കെ തിരിച്ചു പിടിക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ളൊരു ചിന്ത നമ്മളിലേക്ക് വരും. അങ്ങനെ വരുത്താൻ കൂടെ വിനീത് ശ്രീനിവാസന് പറ്റിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ എല്ലാ പടങ്ങളിലും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഒരു ഫീൽ ഗുഡ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും. ഈ പടത്തിലും അങ്ങനെയുണ്ട്. അത് നമ്മളെ നന്നായിട്ട് ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ഈ ഒരു പ്രായത്തിൽ, അല്ലെങ്കിൽ ഒരു ചെറുപ്പം, അല്ലെങ്കിൽ 30കളിലും 40കളിലൊക്കെ നമുക്ക് ക്ഷമിക്കാൻ പറ്റുന്നതൊക്കെ ക്ഷമിക്കാനും, അങ്ങനെ നമുക്ക് പൊറുക്കാൻ പറ്റുന്നത് പൊറുക്കാനും, മറന്നു കളയാൻ പറ്റുന്നത് മറക്കാനും,
വലിയ കാര്യമാക്കാതെ വിട്ടുകളയേണ്ടതെല്ലാം കാര്യമാക്കാതെ വിട്ടുകളയാനും ഒക്കെ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു സിനിമ കൂടിയാണ്. അങ്ങനെ നല്ലൊരു സന്ദേശവും ഈ മൂവി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇതിലെ കഥാപാത്രങ്ങളെ പറ്റിയിട്ടൊക്കെ പറയുവാണെങ്കിൽ ഓരോ കഥാപാത്രത്തെയും നമ്മൾ കാണുമ്പോൾ ഞെട്ടും എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ട് ഞെട്ടും. ആ രീതിയിലാണ് കഥാപാത്രങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നമ്മൾ വിചാരിക്കില്ല ഈ നടന്മാർക്ക് ഇങ്ങനെയൊക്കെ പെർഫോം ചെയ്യുമെന്ന്. അതിലിപ്പോൾ അജു വർഗീസ് ആണെങ്കിലും നിവിൻ പോളി ആണെങ്കിലും ആസിഫ് അലി ആണെങ്കിലും ഒക്കെ, ആസിഫ് അലിയുടെയൊക്കെ മേക്ക് ഓവർ എന്ന് പറഞ്ഞാൽ സൂപ്പർ മേക്ക് ഓവറാണ്. ഇതുവരെ നമ്മൾ ആസിഫ് അലിയെ ഈ രീതിയിൽ കണ്ടിട്ടില്ല. അതാണ് നമ്മളെ ആസിഫ് അലി ഇത്ര പക്വതയോടുകൂടിയൊക്കെ അഭിനയിക്കുന്നതും, അല്ലെങ്കിൽ ആസിഫ് അലിയുടെ ഒരു മാറ്റം തന്നെയാണ്. വേണമെങ്കിൽ ഈ നമ്മുടെ സുരാജ് ഏട്ടനും ജഗദീഷ് ഏട്ടനൊക്കെ മാറിയതുപോലെ ആസിഫ് അലിയും ഒരു മാറ്റത്തിൻ്റെ പാതയിലാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ആ രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആസിഫ് അലിയും കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു നല്ല മേക്ക് ഓവർ കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഓരോ നടന്മാരും നമ്മൾ പ്രതീക്ഷിക്കാത്ത ആൾക്കാരെയൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഈവൻ വിനീത് ശ്രീനിവാസൻ്റെ വൈഫിനെ വരെ നമ്മളൊരു ചെറിയ സീനിൽ നമുക്ക് കാണാൻ പറ്റും. അതേപോലെ ഹിഷാം അബ്ദുൽ വഹാബ്, അദ്ദേഹവും ഒരു ചെറിയ സീനിൽ വരുന്നുണ്ട്. അദ്ദേഹം ചെറിയ സീൻ എന്ന് പറയാൻ പറ്റില്ല, നല്ലൊരു സീനിൽ വരുന്നുണ്ട്. അതേപോലെ ഷാൻ റഹ്മാൻ, നിങ്ങൾ കണ്ട് ഞെട്ടാനുള്ളതാണ് ഇതൊക്കെ. അപ്പോൾ ഇതൊക്കെ ഞാൻ പറഞ്ഞ് സ്പോയിലർ ആക്കുന്നില്ല, നിങ്ങളിതൊക്കെ കാണുക. അത്ര മികച്ച ഒരു മൂവിയാണ്. ഈ പടത്തിന് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് 4/5 ആണ്. ആ 1 ഞാൻ മാറ്റിയത് വിനീത് ശ്രീനിവാസൻ്റെ പടങ്ങളിൽ സ്ഥിരമായിട്ടുള്ള ചില ക്ലീഷകൾ അല്ലെങ്കിൽ ക്രിഞ്ചസ് ഇതിനകത്തുള്ളത് കൊണ്ട് തന്നെയാണ്. അത് ഒരു ചെറിയ കല്ലുകടി പോലെ എല്ലാവർക്കും ഫീൽ ചെയ്യും. ആ കല്ലുകടി ഉള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ അമിത പ്രതീക്ഷകളോടുകൂടി ഈ പടം കാണാൻ പോകരുത് എന്ന് പറയുന്നത്. കാരണം അമിത പ്രതീക്ഷകളോടുകൂടി അല്ലെങ്കിൽ ഇത് 100% നല്ലൊരു പടമാണ് എന്ന് വിചാരിച്ച് പോകുമ്പോൾ ഒരു ചെറിയ പ്രശ്നങ്ങൾ പോലും നമുക്ക് സഹിക്കാൻ പറ്റില്ല. ചെറിയ പ്രശ്നങ്ങളൊക്കെ ഈ പടത്തിലുണ്ട്. എന്നാൽ പോലും 100% ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. നമുക്ക് സന്തോഷത്തോടെ കണ്ടിരിക്കാനും കണ്ടിറങ്ങാനും കണ്ടതിന് ശേഷം കൂട്ടുകാരുമായിട്ട് ഡിസ്കസ് ചെയ്യാനും വെറുതെ ഇരിക്കുമ്പോൾ ചിന്തിക്കാനും ആലോചിച്ചിരിക്കാനും ഒക്കെ ഈ പടത്തിലുണ്ട്. അത്ര മനോഹരമായൊരു സിനിമയാണ് വർഷങ്ങൾക്ക് ശേഷം. ബ്രില്യൻസ് എന്നൊക്കെ പറഞ്ഞാൽ ടൈറ്റിൽ വരെ ബ്രില്യൻസ് ആണ്. അത്ര കിടിലൻ മൂവി. ഉറപ്പായിട്ടും മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റർ. നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയി കാണണം.